കർത്താവിൽ പ്രിയ ദൈവജനമേ, നോർത്തുള്ള സെക്ഷൻ്റെ ശാബ സ്കൂൾ പഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രിയതുമക്കളെയും വീണ്ടും വരുന്നതിനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് ഈ സമയത്ത് കടന്നു വരാം. ഈ പാഠം നമുക്കൊന്നിച്ച് പഠിക്കുവാനും ദൈവവചനം ഗ്രഹിക്കുവാനും ദൈവം നമുക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം പഠിച്ച് വിശ്വാസത്തിൽ നമുക്ക് വളർന്നു വന്ന് ദൈവമക്കളായിട്ട് ഈ ലൗകിക ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ ദിനം തോറും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ദൈവം വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മൂന്നാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ജീവിതവും മരണവും എന്നാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഫിലിപ്പിയർ 1:21. അപ്പോസ്തലൻ പൗലോസിൻ്റെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏവരും അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പോസ്തലൻ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഇതുപോലെ അനേക വാക്യങ്ങൾ നമുക്ക് ഏറെ സുപരിചിതമാണ്. പലതും നമുക്ക് മനഃപ്പാഠമായിട്ട് മനസ്സിലാക്കുവാനും ഓർത്തിരിക്കുവാനും പല സമയങ്ങളിൽ നമ്മളത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്ര ഏറ്റവും നമുക്ക് അടുത്ത പരിചയമുള്ള വാക്യങ്ങളിലൊന്നുകൂടിയാണ് ഈ മനഃപ്പാഠവാക്യം. പൗലോസ് തൻ്റെ ഭൗതിക ജീവിതത്തിൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ തിരിച്ചറിവോടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്ത് സുവിശേഷ ദൗത്യവുമായിട്ട് മുൻപോട്ട് പോകുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമായ ഉപദേശവും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ആശ്വാസവും ധൈര്യവും പൗലോസിൻ്റെ ലേഖനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു വാക്യമാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. പാഠത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ദിവസത്തിൻ്റെ മനോഹരമായ ഈ സമയം അവിടുത്തെ തിരുവചനം അടികൾക്ക് പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്ന സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അടികൾ തിരുവചനം പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അടികളുടെ കൂടെ ഇരുന്ന് അടികൾ പഠിക്കുന്ന ഓരോ വചനങ്ങളും അതടിങ്ങളുടെ ഹൃദയങ്ങൾ പതിയുവാനും അതടികൾക്ക് മനസ്സിലാക്കുവാനും അവിടുന്ന് സഹായിക്കണം. ഈ പാഠത്തിൽ സംബന്ധിക്കുന്ന ഈ പാഠം പഠിക്കുന്ന എല്ലാ അവിടുത്തെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ അനുഗ്രഹത്താൽ വഴി നടത്തിയും പരിപാലിക്കുകയും ചെയ്യണം. മാനമൊത്ത കർത്താവ് എടുക്കണം. എല്ലാ അടികൾക്ക് ആജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയാക്കണം. നല്ല ദൈവമേ, ആമേൻ. മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നാം പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് മരണം എന്നതും നമുക്ക് അറിയാം. എന്നാൽ ജീവിതവും മരണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അറിയാം. ജീവിതമല്ല മരണം, അല്ലെങ്കിൽ മരണത്തിൻ്റെ സാഹചര്യമല്ല ജീവിതത്തിൻ്റെ സാഹചര്യം. അത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുന്നതിനും നാം ജീവിക്കുന്ന സാഹചര്യവും നാം ജീവിക്കുന്ന കാലഘട്ടവും നമ്മുടേതായ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കടമകളും നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും
അത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് അത് തീർക്കുക എന്നുള്ളതല്ല. നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം നാം ആ ജീവിതത്തെ കാണുകയും നാം കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നും അല്ല. നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ രൂപപ്പെടുത്തണമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനും ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനും നാം എന്തൊക്കെ കാര്യങ്ങൾ അറിയുകയും എന്തൊക്കെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും അതിനാവശ്യമായ മറ്റ് സഹായങ്ങളും മറ്റ് സാഹചര്യങ്ങളും എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം അത് പല തലങ്ങളിലായിട്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ദൈവം നമ്മളിൽ കാണുന്നതും ആഗ്രഹിക്കുന്നതും അത് പൂർത്തീകരിച്ച് നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ സമൂഹത്തിൽ നമ്മൾ നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാം എന്നൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യത്തെ നാം അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കടന്നു പോകുവാൻ കഴിയുന്നത്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, ആ ഉത്തരവാദിത്വങ്ങളെ വളരെ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ഏറ്റെടുക്കുക. ജീവിത സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ പോലും നാം അതിനെ അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന നമ്മുടേതായ ശ്രമം, നമ്മുടേതായ അധ്വാനം നാം അത് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് അനുകൂലമാവുന്ന ഒരു ഭൗതിക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുവാനുള്ള ആത്മീയമായ പ്രത്യാശയും ഒരു ആത്മീയമായ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനും ആ ആത്മീയ പ്രത്യാശയിൽ സന്തോഷത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരും അതിനായിട്ട് ഒരുക്കമുള്ളവരുമായിരിക്കണമെന്ന് ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പൗലോസിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അല്പം പോലും ഭയമോ മടിയോ വിഷമോ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നില്ല പൗലോസ്. തൻ്റെ ജീവിതമായാലും മരണമായാലും അത് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതും തൻ്റെ മരണമായാലും ജീവിതമായാലും അതുകൊണ്ട് സുവിശേഷത്തിന് വളർച്ച ഉണ്ടാകുവാനും നേട്ടമുണ്ടാകുവാനും അതിലൂടെ അനേകർ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നെങ്കിലും അതിൽ സന്തോഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലൻ പൗലോസ്. പൗലോസിനെ സംബന്ധിച്ച് ഞാൻ ജീവിക്കുന്നോ മരിക്കുന്നോ എന്നതായിരുന്നില്ല പ്രധാനപ്പെട്ട കാര്യം. അതിലുപരിയായിട്ട് താൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും താൻ മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പറയുമ്പോൾ താൻ ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, ആ ജീവിതം കൊണ്ട് തനിക്ക് ജീവിതത്തിൽ ലാഭമൊന്നും വേണ്ട, ആ ലാഭം ആഗ്രഹിച്ചുകൊണ്ടല്ല പൗലോസ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതകാലം, താൻ ജീവിക്കുന്ന സമയം കഴിയുന്നത്ര തൻ്റെ സഹജീവികളോടും മറ്റ് മനുഷ്യരോടും കർത്താവ് യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ആ താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കർത്താവിനായിട്ട് ഒരുക്കുവാനും അവരെ വചനത്തിൽ ഉറപ്പിക്കുവാനും അവരെ ആത്മാവിൽ അവരെ ബലപ്പെടുത്തുവാനും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യുക. അത് ചെയ്യുന്നത് കൊണ്ട് തനിക്ക് ഭൗതികമായിട്ടും തനിക്ക് സ്വന്തമായിട്ടും ഒരു നേട്ടവും ആഗ്രഹിച്ച വ്യക്തിയായിരുന്നില്ല പൗലോസ്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നു, നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചെറുതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ എടുത്ത് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെയും അതിൻ്റെ വികാസത്തെയും അതിൻ്റെ പരിണാമങ്ങളെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തിലുള്ള മറ്റ് അനേക കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം വൃക്ഷങ്ങളായാലും ജീവികളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്ത ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ പല കാര്യങ്ങളെ നാം മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഹ്രസ്വ ഒരു കാലം ഈ ലോകത്ത് ജീവിക്കുന്ന അത്
വ്യക്തികൾ അല്ലെങ്കിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഹ്രസ്വമായ ഈ ജീവിത സമയത്തിനുള്ളിൽ നമുക്ക് എത്രമാത്രം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരെ നമുക്ക് ദൈവരാജ്യത്തിന് നേടുവാൻ, സ്വാധീനിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിലേക്ക് നമുക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയും. അതാണ് പൗലോസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തൻ്റെ ജീവിതം കൊണ്ട്, അല്ലെ താൻ ജീവിക്കുന്നത് കൊണ്ട് തനിക്ക് ഭൗതികമായിട്ടോ സാമ്പത്തികമായിട്ട് അല്ലെ മറ്റ് ലോകപരമായിട്ട് ഒരു കാര്യങ്ങളും തനിക്ക് നേടുവാനോ തനിക്ക് സമ്പാദിക്കുവാനോ തൻ്റെ സന്തോഷമോ തൻ്റെ സുഖമോ ഇതൊന്നുമല്ല പൗലോസിനെ സംബന്ധിച്ച് പൗലോസിന് ഏറ്റവും പ്രാധാന്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് പൗലോസ് തുടർന്ന് പറയുന്നത്, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളുടെയും ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം, അല്ലെങ്കിൽ ക്രിസ്തു മഹത്വം എടുക്കണം എന്ന് അവിടെ പൗലോസ് ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഒരു കുറ്റവാളി ആയിരുന്നില്ല. പൗലോസ് ഏതെങ്കിലും വലിയ കുറ്റം ചെയ്തതോ രാജ്യദ്രോഹം പ്രവർത്തിച്ചതോ അല്ലെങ്കിൽ അതുപോലെ ശിക്ഷ ലഭിക്കത്തക്ക ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത വ്യക്തിയായില്ല. എന്നിട്ട് പോലും പൗലോസ് പലപ്പോഴും തടവിലാക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട അല്ലെ തനിക്ക് സഹിക്കേണ്ടി വന്ന കഷ്ടങ്ങളെക്കുറിച്ച് ഒരു പട്ടിക അവിടെ നിരത്തുന്നുണ്ട്. ആ പട്ടിക നാം എടുത്ത് സാവകാശം വായിച്ച് അത് ധ്യാനിച്ച് നാം വായിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ അനുഭവിച്ച് കടന്നുപോയ ആ പ്രയാസങ്ങളെക്കുറിച്ചാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അവിടെ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊട്ടു, കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു, നദികളിൽ നിന്നുണ്ടായ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിൽ നേരിട്ട ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, ഉറക്കിളപ്പ്, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത. നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് നോക്കുക, ആ പട്ടിക ഒന്ന് നോക്കുക. പൗലോസിൻ്റെ ജീവിതത്തിലെ ഒരു ഹ്രസ്വ സമയം അല്ല ഒരു കാലഘട്ടം, ഒരു വ്യക്തി കടന്നു വന്ന അനുഭവത്തിൻ്റെ ഒരു ചുരുക്ക വിവരണമാണ് 2 കൊരിന്ത്യർ 11 23 മുതൽ 27 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് 2-3 ശ്വാസത്തിൽ നമുക്ക് വായിച്ച് നിർത്താം. എങ്കിലും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് ഇത് വായിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ചാൽ ഒരു പരിധിവരെ നമുക്കതിൻ്റെ പ്രയാസങ്ങൾ, വേദനകൾ, വിഷമം, നിരാശ, അങ്ങനെ പൗലോസ് കടന്നു വന്ന വിധമായിട്ടുള്ള മാനസിക വ്യാപാരത്തെക്കുറിച്ച്, മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം 2 കൊരിന്ത്യർ 11:28 പറയുന്നത്, ഇത്രമാത്രം ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ദണ്ഡനങ്ങളും ഉപദ്രവങ്ങളും ആപത്തുകളും വിപത്തുകളും ഭീതിയും ഭയവും ഒക്കെ തനിക്ക് നേരിട്ടുവെങ്കിലും പൗലോസിനെ സംബന്ധിച്ച്
പൗലോസിന്റെ ഏറ്റവും വലിയ ചിന്താഭാരം അത് പറയുന്നത് ഈ അസാധാരണ സംഗതികൾ തനിക്ക് ഭവിച്ചുവെങ്കിലും ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം പൗലോസിന് ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നാം മറ്റു കാര്യങ്ങളൊക്കെയും നാം ഒരു പക്ഷേ മറന്നു പോവുകയോ താല്പര്യം കാണിക്കാതിരിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്ന ഒരു രീതി മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ട്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു വന്ന പീഡനങ്ങളും ശിക്ഷയും അപമാനവും ദുരിതവും പട്ടിണിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും പൗലോസ് പറയുന്നത് എല്ലാ ദിവസവും ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം പൗലോസിനുണ്ടായിരുന്നു എന്നാണ്. ഒരു സഭയെക്കുറിച്ച് മാത്രമല്ല, പൗലോസ് കടന്നുപോയ സഭകൾ, സ്ഥാപിച്ച സഭകൾ, താൻ നിരന്തരം സംസർഗം ചെയ്യുന്ന സഭയിലെ ജനങ്ങൾ, അങ്ങനെ ആ സർവ്വസഭയെക്കുറിച്ചുള്ള ചിന്താഭാരം പൗലോസിന് ഇതിലൊക്കെ ഉപരിയായിട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു പൗലോസിന്റെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ രക്ഷിക്കുവാൻ ജീവിതത്തിൽ ഒന്നും നീക്കിവെക്കാത്ത, മാറ്റിവെക്കാത്ത, അല്ലെങ്കിൽ കരുതി വയ്ക്കാത്ത സകലവും നമുക്ക് വേണ്ടി നൽകിത്തന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നാമും അതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നവരായിരിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ നാം ഒന്നും നമുക്കായിട്ട് സൂക്ഷിക്കുവാനോ നമുക്കായിട്ട് കരുതുവാനോ അല്ല. സകലവും നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുകയും ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ സമയം മാറ്റിവെച്ചതുപോലെ ആ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ നാം ഓരോരുത്തരും നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്താതെ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുവാൻ ഏവരും എപ്പോഴും ശ്രദ്ധയുള്ളവരും അത് മറന്നുപോകാത്തവരുമായിരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ 2 തിമോഥെയോസ് 3:12 പറയുന്നത്, ഒരു വ്യക്തി ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അല്ലെ അങ്ങനെ തീരുമാനിച്ചാൽ, അങ്ങനെയുള്ള എല്ലാവർക്കും എന്തുണ്ടാവും? ഉപദ്രവം ഉണ്ടാവും. അത് ഈ ലോകത്തിൽ നാം കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ വൻ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പോരാട്ടത്തിൻ്റെ അവസ്ഥയുണ്ട്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ പോരാട്ട അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. അത് ജഡികമായ കാര്യങ്ങളിലായാലും ആത്മീയ കാര്യങ്ങളിലായാലും ഈ ഒരു പോരാട്ടത്തിൻ്റെ അവസ്ഥയിലൂടെ നാം ഓരോരുത്തരും ദിനം തോറും നമ്മൾ ജീവിക്കുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയില്ല. പൗലോസ് നമ്മൾ മുന്നറിയിക്കുന്നത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അനേകരുടെ അനുഭവങ്ങളിലൂടെ നമുക്കത് കാണുവാൻ കഴിയും. ഇപ്പം നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സംശയമുണ്ടാവാം, നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ സുവിശേഷ വില ഏറ്റെടുക്കുവാനും കഴിയുമെന്ന്. നമുക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങളില്ലേ, മറ്റ് ജോലിയില്ലേ, നമുക്ക് മറ്റ് ആവശ്യങ്ങളില്ലേ? എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഇത് മുഴുവൻ ഒഴിവാക്കി നാം ഇത് തന്നെ, അല്ലെങ്കിൽ ഈ സുവിശേഷ വില മാത്രം ചെയ്ത് ജീവിക്കാൻ അല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എത്രമാത്രം സമയം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് സാക്ഷികളായി നിൽക്കുവാനും നമുക്ക് കഴിയും.
ആ സമയം നാം നഷ്ടപ്പെടുത്താത്ത പൂർണ്ണമായിട്ടും അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക. പൗലോസും ഇത്രമാത്രം ഈ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുകയും സുവിശേഷ വേലയിൽ വ്യാപൃതനായിരുന്ന സമയത്തും തൻ്റെതായ ജോലി ചെയ്തുകൊണ്ട് താൻ ഈ കാര്യങ്ങളൊക്കെയും വ്യാപൃതനായി എന്നും പൗലോസ് പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ഒരു സഹായവും ആഹാരവും വേല ചെയ്യാതെ അധ്വാനിക്കാതെ പൗലോസ് കൈക്കൊണ്ടിട്ടില്ല. ആ ഒരു അനുഭവത്തെക്കുറിച്ചും പൗലോസ് പറയുന്നത് അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിത സഹായങ്ങളെ നാം തിരിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ആ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എത്രമാത്രം നമുക്ക് നമ്മുടെ സമയത്തെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയും. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ അത് നാം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക. കർത്താവിൻ്റെ അല്ലെങ്കിൽ ശിഷ്യരായിട്ട് പൗലോസ് നമുക്ക് ഉപദേശിച്ച അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന നമുക്ക് അല്ലെങ്കിൽ തൻ്റെ ലേഖനങ്ങളിലൂടെ എഴുതിയ ആ വാക്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. നാം ചിന്തിക്കുന്നത് പോലെ അല്ല, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അത് നമ്മുടെ ജീവിത അവസാനം വരെയും ആ അനുഭവങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട്. ആ പോരാട്ടം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, സമീപനങ്ങൾ, ആശയങ്ങൾ, അല്ലെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ആ പോരാട്ടത്തിൻ്റെ തീവ്രത കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം ആ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെ പോരാട്ടത്തിൽ നിന്ന് നിലനിൽക്കുമ്പോൾ നാം എങ്ങനെയാണ് ധൈര്യത്തോടും വിശ്വാസത്തോടും ആ പോരാട്ടത്തിൽ തോറ്റുപോകാതെ പിന്മാറിപ്പോകാതെ ആ പോരാട്ടത്തെ ജയിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് നാം തിരിച്ചറിഞ്ഞ് അത്തരത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ നാം അതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളെ ഈ കെണിയിലോ കുടുക്കിലോ പെടുത്തുവാൻ പലപ്പോഴും സാത്താൻ അല്ലെങ്കിൽ സാത്താൻ ശക്തികൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ആ തന്ത്രങ്ങൾ നമ്മളെ കുടുക്കുകയും അല്ലെങ്കിൽ ആ തന്ത്രങ്ങൾ നമ്മളെ അല്ലെങ്കിൽ കെട്ടിയിടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പലപ്പോഴും പലരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ഇടപെടലിലും ബന്ധങ്ങളിലും നമ്മൾ മറ്റ് സാമൂഹിക ജീവിതത്തിലൊക്കെ വിശ്വാസവഞ്ചന, വിമർശനം, ഭയം, മറ്റ് വ്യക്തികളുടെ സമ്മർദ്ദം നമ്മളുടെ മേൽ, അതുപോലെ ലജ്ജ, വിമർശനം, ഇതൊക്കെ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ നാം അതിനെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നാം അതിൻ പ്രകാരം പല കാര്യങ്ങളും അതിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ധാരാളം പ്രശ്നങ്ങളും നിരവധി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അത് മുഖാന്തരം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും എന്നത് വ്യക്തമാണ്. നമ്മുടെ ജീവിതം കുറെ കൂടി തെളിച്ചമുള്ളതും സുതാര്യമായതും മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തമായ ക്രമമായ ഒരു ജീവിതശൈലി നമുക്കുണ്ടാകുകയും നാം സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മുടെ അല്ലെങ്കിൽ സഹ വിശ്വാസികളോടും മറ്റ് സമൂഹത്തിലെ മറ്റുള്ളവരോടും നാം ഇടപെടുകയും പെരുമാറുകയും സംസാരിക്കുകയും
കൊടുക്കവാങ്ങലുകൾ നടത്തുകയും ചില കാര്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുവാനും അതുപോലെയുള്ള തെറ്റായ ചില കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട് നാം ആ കാര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥമായിട്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നും യഥാർത്ഥമായിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് എന്നും ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നാം സ്വീകരിക്കാതെ, നാം അതിനെ ആശ്രയിക്കാതെ, നാം അതിന് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ സ്നേഹം, കരുണ, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, ദയ, ആത്മനിയന്ത്രണം ഇവ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുവെങ്കിൽ, സൂക്ഷിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇതിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിൽ ഒരിക്കലും ശത്രു നമ്മളെ കീഴ്പ്പെടുത്തുവാനോ ശത്രുവിൻ്റെ താല്പര്യപ്രകാരം നമ്മളെ സമ്മർദ്ദത്തിലാക്കുവാനോ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ നമ്മളെ കൊണ്ടുവരുവാനോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ നാം അത് ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നാം പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാൻ കഴിയാതെ നാം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. മാത്രമല്ല നമ്മുടെ എതിരാളിയെ എതിരിടുവാൻ നാം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ കയ്യിലുള്ള ശക്തമായ ഒരു വാളാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പം ആ വാൾ കയ്യിലുള്ള ഒരു ദൈവത്തിനെ സംബന്ധിച്ച് തൻ്റെ ശത്രുക്കളെ ഭയപ്പെടേണ്ട ആവശ്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിട്ട കാര്യങ്ങളൊക്കെയും താൻ കടന്നുപോയ കാര്യങ്ങളൊക്കെയും പൗലോസ് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനും ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനും പൗലോസ് ജീവിച്ചു, പ്രവർത്തിച്ചു. അതിലുപരിയായിട്ട് തൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും പൗലോസിൽ വിശ്വാസമുള്ള ഒരു ഉന്നതമായ കോടതിയെ ഏൽപ്പിച്ചു എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് നാം ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം പ്രതിസന്ധികളെ നേരിടുമ്പോൾ, ശത്രുവിനെതിരെ നമ്മൾ പോരാടുമ്പോൾ, ഈ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നാം ഇപ്പോൾ വായിച്ച് കേട്ട ഈ കാര്യങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ട്, അതായത് സമാധാനം, സ്നേഹം, കരുണ, സൗമ്യത, ദീർഘക്ഷമ, ആത്മനിയന്ത്രണം, ഇതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുവെങ്കിൽ നമുക്ക് ആ പോരാളിയെ, ആ ശത്രുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. അതിന് പൗലോസ് പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം എങ്ങനെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ പിതാവിന് കീഴ്പ്പെട്ടു ജീവിച്ചു, എങ്ങനെ തൻ്റെ പിതാവിനെ താൻ ഏൽപ്പിച്ചു കൊടുത്തു, എങ്ങനെ തൻ്റെ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചു. ആ മാതൃക നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നാലും അത് കർത്താവിൽ നമുക്ക് നമ്മുടെ മരണം ഉൾപ്പെടെ ലാഭമാണ് എന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നാം സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിൽ നാം പരിഭവിക്കാതെ,
അതിൽ നാം അസന്തുഷ്ടരാകാതെ, അതിൽ നാം അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാത്തവരായിട്ട് മാറി നാം ദൈവത്തെ നിന്ദിക്കുകയോ പഴിക്കുകയോ മറ്റുള്ളവരുടെ അതിന് പ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നാം നമ്മുടെ വലിയ ദൗത്യത്തിൽ നിന്ന് വീണു പോവുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കാതെ നാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അവലംബിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്നൊക്കെയും ലാഭമെന്ന് എണ്ണുവാൻ പൗലോസ് ഉപദേശിച്ച പോലെ നമുക്കും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് നാം എപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരിക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ആണ്. മരിക്കുന്നെങ്കിലും ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോൾ ആ മരണം ഒരു ലാഭമാണ് എന്ന് പൗലോസ് വിശ്വസിക്കുന്നു. എന്നാൽ മരിച്ചവരെ സംബന്ധിച്ച്, മരണാവസ്ഥയിലായിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ മരിച്ചവരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നവരല്ല, അവരൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു പുനരുദ്ധാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സത്യം. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് ആ വ്യക്തി മരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ടും തീർന്നു, ഇനി ഒന്നും ഇല്ല, ഒന്നും അവശേഷിക്കുന്നില്ല എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു വ്യക്തി, ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവം നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു ദിവസം, ഒരവസരം ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച പല വ്യക്തികളെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ലാസറിൻ്റെ മരണാവസ്ഥയിൽ നിന്ന് കർത്താവ് അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. യോഹന്നാൻ 11:11. അവൻ ഉറങ്ങുകയത്രേ ചെയ്യുന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് നാം നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന മുറിയിൽ ചെന്ന്, അവർ ഉറങ്ങുന്ന സ്ഥലത്ത് ചെന്ന് അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ കർത്താവ് ലാസറിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ മരണത്തെ സ്വപ്നരഹിതമായ ഒരു ഉറക്കമായിട്ട് കാണുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ വിശ്വസ്തരായിട്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ ഉറക്കത്തിൽ നിന്നവർ ഉണർന്ന് ആ കർത്താവിനോട് ചേരും എന്നും പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ഈ ജീവിതം വിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നു, അല്ല നമ്മൾ വിശ്രമത്തിൽ പ്രവേശിക്കുന്നു. അത് തീർച്ചയായും നാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നാം ജീവനോടെ ഇരിക്കുന്നവരായാലും മരിച്ചവരായാലും ദൈവത്തിൻ്റെ വിശ്വസ്ത മക്കളായിട്ട് അവർ ഈ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ മരിച്ചവരാണെങ്കിൽ കർത്താവിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറക്കുകയും കർത്താവ് യേശുക്രിസ്തുവിനെ കാണുകയും ആ കർത്താവ് യേശുക്രിസ്തുവിനോടെ
ആയിരിക്കുകയും ചെയ്യും എന്ന് തിരുവചനം നമ്മൾ ഉറപ്പെടുത്തുന്നു. മാത്രമല്ല, ജീവനോടെ ഇരിക്കുന്ന വിശ്വസ്തരായ ദൈവത്തിൻ്റെ മക്കൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവർ രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിനോട് ചേരും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നാം ജീവിക്കുന്നു എങ്കിൽ കർത്താവിന് വേണ്ടി, മരിച്ച് അല്ലെങ്കിൽ നാം നിദ്രയ്ക്ക് പ്രവേശിച്ച് വിശ്രമിക്കുന്നുവെങ്കിൽ അതും കർത്താവിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ മരണവും എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ച് ജീവിതം കഴിഞ്ഞ് മരണത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലോകം കാണുന്നത് പോലെ, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെ ഒരവസാനം വന്ന് സംഭവിക്കുകയോ അതോടുകൂടി ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് തൽക്കാലത്തേക്ക് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ലെ തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിൻ്റെ ഇമ്പസ്വരം കേൾക്കുമ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോൾ, ഇന്ന് വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഒരു വ്യക്തി പ്രഭാതത്തിൽ ഉണർന്ന് ആ വീട്ടിലുള്ള മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ കുഞ്ഞുങ്ങളെയോ കാണുന്ന പോലൊരു അവസ്ഥയിൽ കർത്താവിൻ്റെ മുഖം കാണുന്നു എന്ന് ചിന്തിക്കുന്നത് എത്ര പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമാണ് നമുക്ക് അറിയാം. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സാഹചര്യങ്ങളെയും അവസ്ഥകളെയും നാം വിശ്വാസത്തോടെ നേരിടുകയും ആത്മവിശ്വാസമുള്ളവരായിട്ട് ജീവിക്കുകയും ആ ആത്മവിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനും പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ മക്കളായിട്ട് നമുക്ക് നമ്മളെ തന്നെ വേർതിരിച്ചുകൊണ്ട് നാം ജീവിക്കുകയായാലും നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയായാലും നാം കർത്താവിനുള്ളവരാണ് എന്ന പൂർണ്ണബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഓരോ ദൈവത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന്, അല്ലെങ്കിൽ കടമയാണ് എന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നാം ഐക്യമുള്ളവരായിട്ട് ജീവിക്കണം എന്ന പാഠത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പൗലോസ് പറയുന്നത് നാം ഐക്യമുള്ളവർ ആയിരിക്കണം. ഭിന്നത, കലഹം, വിദ്വേഷം, പരസ്പര അല്ലെങ്കിൽ മത്സരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അവിടെ തന്നെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഭവനം തന്നെ ഛിദ്രിച്ചാൽ, ഒരു ഭവനം അതിൽ തന്നെ ഛിദ്രിച്ചാൽ അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടു പോയാൽ അതെങ്ങനെ നിലനിൽക്കും? ഒരു കുടുംബത്തിൽ അനൈക്യമുണ്ടായാൽ ഒരു കുടുംബം എങ്ങനെ നിലനിൽക്കും? ഒരു സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായാൽ ആ സ്ഥാപനം എങ്ങനെ നിലനിൽക്കും? അതെങ്ങനെ വളരും? അതെങ്ങനെ പുരോഗതി പ്രാപിക്കും? അപ്പം അതുകൊണ്ട് എവിടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാം ആയിരിക്കുന്ന ആ ജീവിത സാഹചര്യത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നാം ഐക്യമുള്ളവരായിട്ട് ജീവിക്കുക എന്നതാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവും പിതാവും എങ്ങനെ അവരൊന്നായിരിക്കുന്നു, എങ്ങനെ അവർ ഐക്യമുള്ളവരായിരിക്കുന്നു, അതുപോലെ തന്നെ ഈ പ്രിയ മക്കളും അല്ലേ തൻ്റെ ജനവും ആയിരിക്കണം എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്,
എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മാത്രമല്ല, ലോകം വിശ്വസിക്കേണ്ടതിന് നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം അറിയേണ്ടതിന് പിതാവും പുത്രനുമായിട്ടുള്ള ഐക്യം നാം കാണുവാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ അനുയായികളും പിതാവും പുത്രനും എന്ത് ഐക്യത്തിൽ അവർ ജീവിച്ചു, എന്ത് മാതൃക കർത്താവ് യേശുക്രിസ്തു കാണിച്ച് നൽകി, അല്ലെ കാണിച്ചു തന്നു, അതിൻ പ്രകാരം തന്നെ നാമും ഐക്യമുള്ളവരായിരിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. നാം തീർച്ചയായിട്ടും സമാധാനം കാക്ഷിച്ചുകൊണ്ട്, സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട്, ദൈവവചനത്തിൽ ദിനംതോറും വളർന്നുകൊണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നാം ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ദൈവം ഒരുക്കുന്ന രാജ്യത്ത് നാമം അംഗങ്ങളായിരിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് ചില സവിശേഷതകൾ നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ സൗമ്യതയുള്ളവർ, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, ശത്രുക്കളെ സ്നേഹിക്കുന്നവർ, നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവർ, നമ്മെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുന്നവർ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും ആത്മീയമായിട്ട് വളരുവാനും കർത്താവിൻ്റെ ശിഷ്യർ എന്ന് നമ്മെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും പ്രത്യാശയിൽ നമുക്ക് ദിനംതോറും നമ്മളെ പുതുക്കുവാനും ഈ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നാം ഐക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും എന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് എത്രത്തോളം സ്നേഹമുള്ളവരും എത്രത്തോളം ഉദാരമതികളും നമുക്ക് ആയിരിക്കുവാൻ കഴിയും എന്നതാണ്. ഈ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ള വ്യക്തികൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരെങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് കരുതലുള്ളവരുമാണ് നമുക്കവരെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അങ്ങനെ കാണുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും ആ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയും എന്നുള്ള ചിന്ത അവരിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. നാം ഇവിടെ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ പാഠത്തിൽ നൽകുന്നത്, പലപ്പോഴും എവിടെയും പ്രത്യേകിച്ച് സഭയിലെയും അനൈക്യത്തിൻ്റെ ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് അഹങ്കാരമാണ് എന്നാണ്. മനുഷ്യൻ അത്തരത്തിൽ ഒരു അഹങ്കാര മനോഭാവത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും മറ്റുള്ളവരെ അത്തരത്തിൽ നമ്മൾ ഇടപെടുകയും ചെയ്യുമ്പോൾ അവിടെയാണ് പലപ്പോഴും അനൈക്യം ഉണ്ടാവുന്നതും നിലനിൽക്കുകയും ചെയ്യുന്നത്. അഹങ്കാര മനോഭാവം പലപ്പോഴും മനുഷ്യനെ പല തട്ടുകളിലേക്ക്, അല്ലെ പല തലങ്ങളിലേക്ക് വേർതിരിക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നാം മറ്റുള്ളവരെ
പലതരത്തിൽ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ, പല തലങ്ങളിൽ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഐക്യം എന്ന് പറയുന്ന കാര്യം അവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് അവിടെ വിഭിന്നമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും വിഭിന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറി, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മാറി, അത്തരത്തിലുള്ള ശീലങ്ങളിൽ നമ്മൾ മാറി എപ്പോഴും ഐക്യത്തിൽ ഉറച്ച് നിന്ന് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ലോകം നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് മനുഷ്യജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നാം ഇത്തരം ജീവിത ശൈലികൾ ആവിഷ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ പിന്തുടർന്നുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് നാം ഈ ലോകത്ത് ഏത് കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിനെയൊക്കെ ആത്മനിയന്ത്രണത്തോടും ഇച്ഛാശക്തിയോടും ധൈര്യത്തോടും നേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നാം സ്വീകരിച്ചുകൊണ്ട് ധൈര്യത്തോടും ആത്മവിശ്വാസമുള്ളവരായിട്ടും നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ള അനേകർക്കൊരു പക്ഷേ അതൊരു ശക്തിയും പ്രയോജനമായിട്ട് മാറുവാനും വിശ്വാസത്തിൽ അവരെ തന്നെ ശക്തീകരിക്കുവാൻ അത് ഇടയായിത്തീരും. വിഭജിച്ച് ജയിക്കുക, അല്ലെങ്കിൽ വിഭജനമുണ്ടാക്കിക്കൊണ്ട്, അനൈക്യം ഉണ്ടാക്കിക്കൊണ്ട് ജയിക്കുക എന്നത് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഒരു സമൂഹത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരു സാധാരണ നിലയിൽ നേടിയെടുക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ അവിടെ സാധാരണ സംഭവിക്കുന്നത് അവരിടയിലൊരു ഭിന്നത ഉണ്ടാക്കുക, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഗ്രൂപ്പുകളെ സ്വാധീനിക്കുക, എന്നിട്ട് തങ്ങളുടെ കാര്യം നേടുക. അപ്പം അതൊരു സാത്താൻ്റെ തന്ത്രമാണ്. വീടുകളിൽ അനൈക്യമുണ്ടാക്കുക, സഭകളിൽ അനൈക്യമുണ്ടാക്കുക, വ്യക്തിബന്ധങ്ങളിൽ പിളർപ്പുണ്ടാക്കുക, സംശയങ്ങളുണ്ടാക്കുക, അതുപോലെ നിരവധി വ്യക്തിപരമായിട്ടും അല്ലാതെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ പ്രത്യാശ, അല്ലെ വിശ്വാസം, അതുപോലെ ഐക്യത്തിൻ്റെ മനോഭാവം, സ്നേഹം, ഇതൊക്കെ നഷ്ടപ്പെടുത്തുക. നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ പ്രവചനപരമായ പങ്ക് നിറവേറ്റുവാൻ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഐക്യമാണ്. ഇവിടെ വെളിപ്പാട് 12:17 നമ്മൾ വായിക്കുമ്പോൾ സകല ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ ഒരു ദൂത് നാം അവിടെ കാണുന്നുണ്ട്. തീർച്ചയായും ഐക്യത്തോടെ നിർഭയമായി കർത്താവിൻ്റെ മക്കളായി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന, ധൈര്യത്തോടെ ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ കഴിയുന്ന വിശ്വാസവും സമർപ്പണവും തീരുമാനമുള്ള വ്യക്തികൾക്ക് മാത്രമേ, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൗത്യം, കർത്താവ് യേശുക്രിസ്തു പിതാവ് നൽകിയ ദൗത്യം ഏറ്റെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് അത് പൂർത്തീകരിക്കുവാൻ താൻ എത്രമാത്രം കഷ്ടം സഹിച്ച്, പീഡനങ്ങൾ സഹിച്ച്, പരിഹാസം സഹിച്ച്,
ക്രൂശ് മരണം വരെ താൻ സ്വീകരിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അയച്ച പ്രകാരം ഭൂമിയിലെ തൻ്റെ സൃഷ്ടിയെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, അവരെ ആദായപ്പെടുത്തുവാൻ കർത്താവ് യേശു ക്രിസ്തു പ്രവർത്തിച്ചു. ആ മാതൃക ദൈവത്തെ പിൻപറ്റുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാം നിലനിന്നാലും അല്ലെ നാം വീണാലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി, ജീവിതത്തിലെ ഒരു ഉത്തരവാദിത്തത്തിന് വേണ്ടി നാം നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് വരും തലമുറയ്ക്ക്, മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി തീരും എന്നും മാത്രമല്ല, എന്താണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള സന്ദേശം, മറ്റുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ള വാർത്ത എന്താണ്, അതിൽ നിന്ന് അല്പം പോലും നമ്മൾ വ്യതിചലിക്കാതെ, മാറിപ്പോകാതെ, ഒരു തരത്തിലും എതിർപ്പിനെ കണ്ട് നാം പരാജയപ്പെട്ടു പോകാതെ, ഭയപ്പെടാതെ, ഫിലിപ്പർ 1:28 നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ ആത്മീയ ബലത്തിൽ ജീവിക്കുവാനും നമ്മുടെ ദൗത്യം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മളാൽ നൽകപ്പെടേണ്ടതായ വാർത്ത അല്ലെങ്കിൽ സന്ദേശം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടും, പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന പോലെ, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവും, എന്നാൽ ഞാൻ മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് വിശ്വസിക്കുന്നത് പോലെ, പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്കും ജീവിക്കുവാൻ കഴിയും. ഒരു ഉദാഹരണം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. യോബിൻ്റെ ജീവിതം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നത്, യോബ് എന്ന് പറയുന്നൊരു വ്യക്തി, ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞത് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നവനുമായിരുന്നു എന്നാണ് യോബിനെ കുറിച്ച് ദൈവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള യോബിൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട്, അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് എത്രമാത്രം ആ ജീവിതം അല്ലെങ്കിൽ മാറി മറിഞ്ഞു പോയി, തകിടം മറിഞ്ഞു പോയി എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളെ നമ്മൾ കാണുമ്പോൾ നാം ഒന്നുകിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഗുണപാഠങ്ങൾ മനസ്സിലാക്കുക, അല്ലെ നാം സ്വന്തം ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലും നടക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അതിൽ നിന്ന് നല്ലതിനെയും തീയതിനെയും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി ആ അനുഭവങ്ങൾ നാം സാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ദൂതുകൾ ശ്രവിച്ചും നല്ല ജീവിത മാതൃകകൾ നമ്മൾ പിൻപറ്റിയും നമ്മുടേതായ ജീവിതത്തിൻ്റെതായ ഉത്തരവാദിത്വം നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് വളരെ വിശ്വസ്തയോടും ആത്മാർത്ഥയോടും പ്രവർത്തിക്കുവാനും അതിൽ നാം ശ്രദ്ധയുള്ളവരായിരിക്കാനും അതിലൊരു വീഴ്ചയും വരുത്താതെ പിന്മാറാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഐക്യത്തോടും സ്നേഹത്തോടും പൗലോസ് നേരത്തെ വിവരിച്ച പോലെയുള്ള ശീലങ്ങളും സ്വഭാവങ്ങളും ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടും മറ്റനേകർക്ക് നാം ഒരു സ്വാധീനവും മാതൃകയും വിശ്വാസത്തിന് ഉറപ്പും ആയിത്തീരുവാൻ തക്കവണ്ണം
മാതൃകാ ജീവിതങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്തും നാം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക, സ്വീകരിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ആ ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഇടങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടങ്ങൾ കർത്താവെ, അവിടുത്തെ വചനം പഠിച്ചതുപോലെ ഐക്യമുള്ളവരായി, സമർപ്പണമുള്ളവരായി, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അടിയങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ശിഷ്യരായി ഈ ലോകത്തിന് അനുരൂപരാകാതെ അടിയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ അടിയങ്ങൾക്ക് ജീവിപ്പാനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും ഉയരത്തിൽ നൽകി തന്ന് അടിയങ്ങളെ അവിടുന്ന് ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും പ്രത്യാശയിൽ നിലനിർത്തിക്കൊണ്ട് അടിയങ്ങൾ ജീവിച്ചാലും അടിയങ്ങൾ മരിച്ചാലും ക്രിസ്തുവിലായിരിക്കുക എന്ന ആ വിശ്വാസത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അവിടുത്തെ വചനത്തിലെ ആഴമേറിയ ദൂതുകളെ ഗ്രഹിച്ചുകൊണ്ട് അടിയങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അടിയങ്ങൾ മനഃപൂർവ്വമായി വരുത്തി വിശുദ്ധിയുടെ അനുഭവത്തിൽ അടിയങ്ങൾ വളർന്നു വരുവാൻ അടിയങ്ങൾ അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ നൽകിയ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ, നല്ല പിതാവേ. ആമേൻ.